നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങിലെ സാന്നിധ്യം. സുനിൽദാസിനെതിരെ വിവാദവുമായി സമൂഹ മാധ്യമ ലോകം. ശ്രീനിവാസന്റെ സിനിമകളിലും രചനകളിലും ഏറെ കുറ്റപ്പെടുത്തുന്ന വിഷയങ്ങളാണ് മതവും രാഷ്ട്രീയവും മറ്റും. ആൾദൈവങ്ങളെയും അവർ നടത്തിവരുന്ന സാമ്പത്തിക വിശ്വാസ തട്ടിപ്പുകളും നിരവധി ചലച്ചിത്രങ്ങളിലായി അദ്ദേഹം വിഷയമാക്കിയിരുന്നതാണ്. അവയെല്ലാം വിശ്വാസികളടക്കമുള്ള കേരളീയ സമൂഹം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ ശ്രീനിവാസന്റെ അന്ത്യചടങ്ങുകളിൽ ആൾദൈവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി പ്രത്യക്ഷപ്പെട്ടതാണ് വിവാദത്തിനും തുടർ ചർച്ചകൾക്കും വിഷയമായിരിക്കുന്നത്. ഏതാനും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽപ്പെട്ട് ജയിൽവാസം വരെ അനുഭവിച്ചയാളാണ് മുതലമടയിലെ സ്നേഹം ട്രസ്റ്റ് ഉടമ സുനിൽ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന സുനിൽദാസ്. മുൻപ് സഹകരണ ബാങ്കിൽ ജോലിയിലിരിക്കെ ജോലി വിട്ട് സത്യസായി സേവാസമിതിയിൽ പ്രവർത്തിച്ച ശേഷമാണ് സുനിൽദാസിന്റെ ട്രസ്റ്റ് രൂപീകരണവും വളർച്ചയും. കോയമ്പത്തൂരിലെ വ്യവസായിയിൽ നിന്നും കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏതാനും മാസം മുമ്പാണ് തമിഴ്നാട്ടിലെ ജയിലിൽ ഇയാൾ റിമാൻഡിലായത്. കേസ് ഇപ്പോഴും തുടരുകയാണ്. റിസർവ് ബാങ്കിൽ നിന്നും തുക കിട്ടാനുണ്ടെന്ന് കാട്ടി വാരിയർ ഫൗണ്ടേഷനിൽ നിന്നും തുക തട്ടിയതായും ആരോപണമുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് കുടുംബത്തിന്റെ അനുമതിയോ ആഗ്രഹമോ ആവശ്യപ്രകാരമോ അല്ലാതെ കൊച്ചി കാക്കനാട്ടെ ശവസംസ്കാര ചടങ്ങുകളിൽ സുനിൽദാസ് പൂജാമന്ത്രങ്ങളുമായെത്തി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അന്നുതന്നെ വിഷയം അകത്ത് ചർച്ചയായിരുന്നു. പക്ഷേ പലരും മരണാനന്തര ചടങ്ങിനിടെ പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് കരുതി പിന്മാറുകയായിരുന്നു. തങ്ങൾ ക്ഷണിച്ചിട്ടില്ലെന്ന് ശ്രീനിവാസനുമായി അടുപ്പമുള്ളവരും പറയുന്നു. സത്യൻ അന്തിക്കാടിനും മറ്റും പൂജാദ്രവ്യങ്ങൾ കൈമാറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. പ്രമുഖരുടെ അന്ത്യകർമ്മങ്ങളിൽ അവരുടെ അനുമതിയില്ലാതെ പങ്കെടുക്കുകയും ആ ദൃശ്യങ്ങൾ വെച്ച് സമ്പന്നരെ സ്വാധീനിക്കുകയുമാണ് ഇയാളുടെ രീതിയെന്നാണ് ആരോപണം. UTV ന്യൂസ്, പാലക്കാട്.